നിന്നിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ആരാധിക്കും ഞാനെന്നെന്നും, പാടിടും ഞാൻ നിൻ മകളെ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതേസമയം ആത്മാവിൽ പ്രാർത്ഥിക്കും. ഇതിന് രണ്ടായിട്ട് നമ്മൾ കണ്ടേ മതിയാകെയുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹെവനുമായിട്ട്, സ്വർഗവുമായിട്ട് ഒരു ഹാർമണൈസ് ചെയ്യാണ്. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ബുദ്ധിയിലായിരിക്കും. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം, നമ്മുടെ ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതമാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ നമ്മൾ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നു. അവന്റെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. കാര്യം അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുമ്പോൾ അത് രണ്ടും കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗവുമായിട്ടുള്ള ഒരു ഹാർമണിയിലേക്ക് നമ്മൾ വരികയാണ്. ആ ഹാർമണിയിൽ പിന്നെ നമുക്ക് കടുംപിടുത്തങ്ങളില്ല. ബുദ്ധിയുടെ കാര്യത്തിലാണ് നമുക്ക് ഈ കടുംപിടുത്തങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ ബുദ്ധിപരമായി ആലോചിക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് കിട്ടുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ലഭിക്കുന്നത് വരെയും പ്രാർത്ഥിക്കാൻ നമുക്ക് വചനവുമുണ്ട്. വചനം ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരത്തിലും, കാര്യം നമ്മുടെ ചിന്തയും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അതിൽ നിന്നുരുത്തിരിയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല, അതിന്റെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഓർഡർ തന്നെ ആരായിത്തീരുന്നു? ദൈവമായിത്തീരുന്നു. കാര്യം ദൈവം എന്നോട് പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എന്നോട് പറഞ്ഞതാണ് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്റെ പ്രാർത്ഥനയാകുന്നില്ല. എന്റെ പ്രാർത്ഥനയുടെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമായതുകൊണ്ട് ഗാഡ് പ്രൊനൗൺസസ് എ പ്രയർ ഫോർ മീ ആൻഡ് ഐ ജസ്റ്റ് റിസീവ് ഇറ്റ്. ഞാനത് സ്വീകരിച്ചിട്ട് പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇതാണ് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ഗുണം, പിന്നെ അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. നമുക്ക് ഫെയ്ത്തിന് പ്രസക്തി, നടക്കുമോ എന്നുള്ള സംശയത്തിന്റെ പ്രസക്തിയില്ല. കാര്യം ദൈവം പറഞ്ഞല്ലോ ഇതാ എന്റെ ഹിതമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ വി ക്യാൻ പ്രേ വിത്ത് ഫെയ്ത്ത് and we can certainly pray without ceasing and we can know what the will of God, ദൈവത്തിന് ഇഷ്ടം എന്താണെന്നുള്ള അറിയാം. പിന്നെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഒഴുക്കാണ്. അതുകൊണ്ട് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മളുടെ ഇടയിലുള്ള ഒരു ചെറിയ ഒരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണോ? അല്ലേ? നമ്മുടെ എല്ലാം ചിന്ത എന്ന് പറയുന്നത് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. നമ്മുടെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിയിലുള്ള പ്രാർത്ഥന എന്നാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് അത്യാവശ്യമാണ്, അത് വേറെ കാര്യം. പക്ഷേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് ആത്മാവിലുള്ള പ്രാർത്ഥന ആയിരിക്കണമെന്നും, ബുദ്ധിയിൽ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ബുദ്ധിയിൽ നിന്നുള്ള പ്രാർത്ഥന ആകണമെന്ന് നിർബന്ധമില്ല. ദൈവഹിതം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ വാക്കുകൾ ഉപയോഗിക്കാമല്ലോ. അതിന് അന്യഭാഷയുടെ അത്യാവശ്യമൊന്നും ഇല്ല. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നത് വരെ ഉള്ളി പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വാക്കുകളായതുകൊണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് അത് ആത്മാവിലുള്ള പ്രാർത്ഥന അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. when you pray in tongues, it is praying in the spirit, and when you use words, it is praying with your intelligence. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ആത്മാവിലും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, വാക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതുമാണ്. കാര്യം നമുക്കൊരു ബോധ്യമുണ്ട്. അന്യഭാഷ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആ ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ ലോകത്തിലേക്ക് കടക്കാനായിട്ട്. അത് പക്ഷെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും തിരിച്ചറിയുന്നില്ലെന്ന് പറയുന്ന കൂട്ടത്തിൽ ആരൂടെ തിരിച്ചറിയുന്നില്ല? ഈ പറയുന്നവനും തിരിച്ചറിയുന്നില്ല. പറയുന്നവനും തിരിച്ചറിയാൻ പാടില്ല, പറയുന്നവനും തിരിച്ചറിയാൻ നിർബന്ധമില്ല. കാര്യം ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ അന്യഭാഷയിൽ ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടോ, അവന് പോലും മനസ്സിലാകുന്നു, അവന് തന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്താ പറയുന്നത്. അവന് മനസ്സിലാകുമായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ അവന് വാക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. മനസ്സിലാകാത്തതുകൊണ്ടല്ലേ അന്യഭാഷ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ
എന്റെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എന്റെ ബുദ്ധി അഫലമായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്നാന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയാമെങ്കിൽ എനിക്ക് വാക്കുകൾ ഉപയോഗിക്കാം. വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മോശം പ്രാർത്ഥനയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട പ്രാർത്ഥനയും എന്നാരും ചിന്തിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അന്യഭാഷകൾ സംസാരിക്കാൻ ദൈവം നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് തന്നിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഭാഷ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? നമുക്ക് നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യം ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് വൊക്കാബുലറി ഇല്ലാത്തപ്പോഴാണ്. ഒരു കുഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ കൊച്ചിന് വിശക്കുന്നുണ്ടെ കൊച്ച് അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നില്ല, കൊച്ചു കിടന്ന് കരയുന്നു. അപ്പം നമ്മൾ ചോദിക്കും എന്തിനായി കൊച്ചു കരയുന്നത്? അത് വിശന്നിട്ടാ. വിശക്കുന്നെങ്കിൽ വിശക്കുന്നെന്ന് പറഞ്ഞാൽ പോരായോ? അതിനെന്തിനായി കിടന്ന് കീളുന്ന് എന്ന് ചോദിച്ചിടത്തുണ്ടോ? കാര്യം അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന വാക്കുകളുടെ ആ വൊക്കാബുലറി ആ കൊച്ചിന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് വേറൊരു ഭാഷ അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് കിടന്ന് കരയായിരിക്കും. അത് തണുക്കുമ്പോഴും അത് തന്നെയായിരിക്കും പറയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് ഇവന് പറയുമ്പോഴല്ല ഒരേ അന്യഭാഷ തന്നെയാണ് ഇവിടെ പറയുന്നത്. രാവിലെ പറഞ്ഞു തന്നെ വൈകിട്ടും പറയുന്നു, പിറ്റേ ദിവസം ഇത് തന്നെ. ഇവന്റെ അന്യഭാഷ ചിലർക്കാണെങ്കിൽ ഇന്നാരുടെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അത് പിള്ളേർ കാണാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇന്നാരുടെ അന്യഭാഷ എങ്ങനെയാണ്? അപ്പോൾ ആളുകൾ ചിന്തിക്കും ഇത് ശരിയാണോ? ഒരാൾ തന്നെ ഒരേ ഭാഷ തന്നെ പല പ്രാവശ്യം പറയുന്നത് എങ്ങനെയാണ്? ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാ. കാര്യം കൊതുകടിക്കുമ്പോഴും തണുക്കുമ്പോഴും പാല് വേണ്ടപ്പോഴും വിശക്കുമ്പോഴും കൊച്ചെന്ത് തന്നെയാ ചെയ്യുന്നത്? എന്ന് കരയുകയാണ്, ഇല്ലേ? ഒരേ ഭാഷ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെല്ലാം എന്തുണ്ട്? വേറെ അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഒരു സംശയം, ഈ അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഞാനിത് ഇടയ്ക്ക് കയറി പറയുന്നത് നമുക്കൊക്കെ മനസ്സിലുള്ള സംശയമാണ്, അല്ലേ? അന്യഭാഷ വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഒരു 4 വാക്ക് അന്യഭാഷ പറയുന്നതും കേൾക്കും, പിന്നെ ഒരു 40 വാക്ക് അതിന്റെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ട്രാൻസ്ലേഷനും കേൾക്കും. അതെങ്ങനെ പറ്റുന്നത്? 4 വാക്ക് എങ്ങനെ 40 വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്? അതുകൊണ്ടാണ് പൗലോസ് അതിന് പറഞ്ഞിരിക്കുന്നത് അത് വ്യാഖ്യാനമാണെന്ന്. അന്യഭാഷയുടെ തർജിമയല്ല, പിന്നെന്താണ്? വ്യാഖ്യാനമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദൈവസന്നിധിയിൽ പ്രവേശിച്ച് അവന്റെ ഹിതം എന്താണെന്ന് എന്റെ ബുദ്ധിയിലേക്ക് കടക്കുന്നതിന് മുമ്പും എനിക്ക് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോഴാണ്. എന്റെ ബുദ്ധിയിലേക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവം എഴുതി തരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എന്റെ ബുദ്ധിയിൽ അറിയുന്നതിന് മുമ്പും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ത്? അന്യഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് വേറൊരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഇടയ്ക്ക് കയറി പറയാത്തത്. എങ്കിലും ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതായത് when I speak in tongues, when I pray in tongues, what happens? I am praying according to the will of God. I am praying in spirit, no doubt. പക്ഷെ പ്രോബ്ലം അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് എന്റെ ബുദ്ധിയിൽ ദൈവം എന്ത് ചെയ്തില്ല? എഴുതിയിട്ടില്ല. എന്നാൽ അങ്ങനെ എഴുതണ്ട എന്ന് വെച്ച് എന്നും അങ്ങനെ അറിയാതിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാര്യം വേദപുസ്തകം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവിൻ. So we need to know what God's will about my life. I need to know what is God's desire about my life. What is His dream about me. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് 1-ാം വാക്യം മുതൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്തിനു വേണ്ടി? നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ദൈവഹിതം എന്റെ ബുദ്ധിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പും എനിക്ക് ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. എങ്ങനെ? ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം ആത്മാവിലെ പ്രാർത്ഥനയും വാക്കുകൾ ഉപയോഗിച്ചാൽ ഉടനെ അത് ബുദ്ധിയുടെ പ്രാർത്ഥനയുമാണെന്ന് ചിന്തിക്കരുത്. ബുദ്ധിയിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹയർ സ്റ്റേജാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയാനും കഴിയുന്നുണ്ടല്ലോ. സോ ഐ എൻജോയ് മൈ പ്രയർ. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയുകൂടെ ചെയ്ത് വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ ദൈവഹിതം പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്. അവിടെയാണ് എനിക്ക് ശരിക്കും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ കടുംപിടുത്തങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഈ കടുംപിടുത്തത്തിന്റെ പ്രശ്നം എന്റെ ബുദ്ധിയിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൈഗ്രെയിന്റെ കഥ പറഞ്ഞില്ലേ? എനിക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ മാറുക എന്നുള്ളത് എന്റെ ബുദ്ധിയിൽ എന്റെ ആവശ്യമാണ്, അല്ലേ? എന്റെ ആവശ്യമാണ്.
ഇപ്പം ഞാൻ പ്രാർത്ഥനയുടെ ആദ്യത്തെ സമയത്ത് പഠിപ്പിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും ഉണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും ഉണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ എൻ്റെ ബുദ്ധിയിൽ എൻ്റെ ആവശ്യങ്ങളാണ്. പറഞ്ഞ മനസ്സിലാകുന്നത്. മൈഗ്രെയിൻ മാറുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണെന്നുള്ളത് എനിക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്കല്ല ചിന്തിക്കാൻ പറ്റുമോ മൈഗ്രെയിൻ മാറുക എന്നുള്ളത് എൻ്റെ ആവശ്യമല്ല എന്ന്? പറ്റുമോ? ഇല്ല. ശരിക്കും കൊടിഞ്ഞു വരുന്ന ഒരു വ്യക്തി തലവേദന എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, നീ എനിക്ക് വേറെ എന്തോ അസുഖം തന്നാലും വേണ്ടുകയില്ല, അതെല്ലാം ഞാൻ സഹിച്ചോളാം. പക്ഷേ എനിക്കിത് ഏത് അസുഖം വരുമ്പോഴും നമ്മളെ എന്താ ഒരു നല്ല പല്ലുവേദന വന്നാലും നമ്മൾ പറയുന്നത് ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, വേറെ എന്തോ തന്നാലും ഞാൻ സഹിച്ചോളാമെന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആഗ്രഹം നമ്മുടെ മൈഗ്രെയിൻ മാറുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ആവശ്യം എന്താണ്? ശരിക്കും നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മൈഗ്രെയിനാണ്. കാര്യം ഇതുണ്ടെങ്കിലേ നമ്മൾ എന്ത് മനസ്സിലാക്കത്തുള്ളൂ? നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കർത്താവ്, നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയാണ്, നീ ഈ മൈഗ്രെയിൻ മാറുന്നതിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് മൈഗ്രെയിൻ തന്നത്? നീ അറിയണം, 43 പേരോട് നീ ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ 43 പേരുടെയും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ക്ഷമിക്കാത്തതെന്നുള്ള കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ കയ്പ് മാറ്റണമേ, എന്റെ വിദ്വേഷം മാറ്റണമേ, എന്റെ ക്ഷമയില്ലായ്മ മാറ്റണമേ, എന്റെ പക മാറ്റണമേ. അപ്പൊ ഈ മൈഗ്രെയിൻ ഇല്ലാണെന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമോ? ഇത് ഇല്ല. അപ്പൊ മൈഗ്രെയിൻ മാറുക എന്നുള്ളത് എന്റെ ആഗ്രഹവും മൈഗ്രെയിൻ ഇരിക്കുക എന്നുള്ളത് എന്റെ ആവശ്യവുമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നത് ആവശ്യമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവ് അറിയുന്നു. പിന്നെ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? സ്വർഗ്ഗസ്വപിതാവിന് അറിയാമല്ലോ എന്താ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത്. അവിടെയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന്റെ പ്രശ്നം. നമ്മുടെ ചിന്ത ദൈവത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ദൈവത്തെ പഠിപ്പിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് എന്റെ ആവശ്യം എന്നാന്നുള്ളത് നിനക്ക് അറിയത്തില്ലല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. അതിനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗ്ഗസ്ഥ പിതാവിന് എന്തറിയാം? എന്റെ ആവശ്യങ്ങൾ എന്തെന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അറിയുകയാണ്. എന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും എനിക്ക് ആകെ ഉള്ളത് എന്റെ ആഗ്രഹങ്ങളാണ്. എന്റെ ആഗ്രഹങ്ങളുമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോഴാണ് ദൈവം എന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു തരുന്നത്. അത് അറിയണമെങ്കിൽ എനിക്ക് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആത്മാവിന്റെ തലത്തിലേ നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആത്മാവിന്റെ ഭാഷയിലാണ്. കാര്യം ദൈവം ആത്മാവാണ്. ആത്മാവിന്റെ തലത്തിലേക്ക് കയറുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഞാനിപ്പം മൊസാംബിക്കിൽ പോയിട്ട് അവിടെ ചെന്ന് മലയാളം പറഞ്ഞു കഴിഞ്ഞാലോ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലോ അവിടെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവിടെ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ഭാഷയിലേക്ക്, അവരുടെ ലോകത്തിലേക്ക് കയറിയാലേ പറ്റൂ, ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളോട് പറയാണ്, നീ ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക. ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആത്മമണ്ഡലത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര വിഷം ഉണ്ടാക്കുന്ന പോലൊന്നും അല്ല. അങ്ങനത്തെ ഒന്നും അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. യോഗ ചെയ്ത് പരിശീലിച്ചുണ്ടാക്കുന്നൊന്നുമല്ല ആത്മമണ്ഡലത്തിൽ കയറുക എന്ന് പറയുന്നത്. എന്ത്? നമുക്ക് ഈൽഡ് ചെയ്താൽ മതി. ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈൽഡ് ചെയ്താൽ മതി. ഞാൻ രാവിലെ പറഞ്ഞ ഉദാഹരണം പോലെ സച്ചിന്റെ ബാറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകത്തില്ല? സെഞ്ചുറി അടിക്കാൻ പറ്റത്തില്ല. കാര്യം ബാറ്റ് അല്ല സെഞ്ചുറി അടിക്കുന്നത്. ആരാ സെഞ്ചുറി അടിക്കുന്നത്? സച്ചിനാണ്. എന്നതുപോലെ ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ദൈവികത അനുഭവിക്കാനോ അതിനുവേണ്ടി ജീവിക്കാനോ ഒന്നും എനിക്ക് കഴിയത്തില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു ബാറ്റ് സച്ചിന്റെ കയ്യിലിരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ കയ്യിലോട്ട് എന്നെ കൊടുത്താൽ മതി. അതാണ് ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ദൈവം അത് പഠിപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് പിന്നെ കടുംപിടുത്തങ്ങളില്ല. പിന്നെ ഞാൻ മൈഗ്രെയിൻ മാറണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ല. മൈഗ്രെയിൻ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ആഗ്രഹമാണ്. പ്രാർത്ഥിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്നേരം ദൈവം പറയുന്നത് ഇങ്ങോട്ട് കേൾക്കണം. അത് കേട്ട് കഴിയുമ്പോൾ പിന്നീട് എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, എന്നെ മാറ്റാൻ വേണ്ടി, പ്രാർത്ഥന അടിസ്ഥാനപരമായി മാറ്റുന്നത് എന്നെയാണ്, ദൈവത്തെ അല്ല. അപ്പോൾ ഞാൻ മാറുമ്പോൾ ദൈവം എന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നു. നമ്മൾ സാഹചര്യം മാറണമെന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ സാഹചര്യം എന്തിനാണ് തന്നിരിക്കുന്നത്? ഞാൻ മാറാൻ വേണ്ടിയാണ്. ഞാൻ മാറുമ്പോൾ സാഹചര്യം മാറുന്നു. അപ്പോൾ എന്റെ ചിന്തയിലുള്ളതും ദൈവത്തിന്റെ ഹിതവും വ്യത്യസ്തമാകുമ്പോൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും വികാരത്തിന്റെ ലോകത്തിലും ഉള്ള ആ ഒരു അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരത്തിന്റെ ലോകത്തിനുമുള്ള ഒരു സ്റ്റേജിൽ നിന്ന്, അഥവാ ഭൂമിയുടെ സ്റ്റേജിൽ നിന്ന്, എർത്ത്ലി റലത്തിൽ നിന്ന് നമ്മൾ ഹെവൻലി റലത്തിലേക്ക് കയറുകയാണ്. ഭൗമിക ലോകത്ത് നിന്ന്, ഭൗമിക മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കരുത്, ഭൗമികമായ നമ്മുടെ ഇന്റലിജൻസിന്റെയും ബുദ്ധിയുടെയും വികാരത്തിന്റെയും ലോകത്ത് നിന്ന് സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക്, ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. നിന്നിതമെൻ